ഞങ്ങളുടെ ഡേ 2 ദിവസം പുറത്തിറങ്ങുകയാണ്. ആദ്യം തന്നെ പെട്രോണാസ് ടവറിലേക്കാണ് പോണേ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ പെട്രോണാസ് ടവർ. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് വാക്ക്. ഞങ്ങളിപ്പോ തൊട്ടടുത്തുള്ളൊരു മോളിലേക്ക് വന്നു. മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഡോളർ ഉണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് റിങ്കറ്റ് ആക്കണം. അപ്പോൾ അതാ ഒരു മോളാണ്. എൻ്റെ കയ്യിലുണ്ട്, ആണോ? ഞങ്ങൾ നമ്മുടെ നാട് പോലെയുള്ള ഒരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിറ്റിയാണ്. ഇവിടെയൊക്കെ ബിൽഡിങ്സ് ആണ്, പക്ഷെ നല്ല സ്ഥലം. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും മാക്സിമം എയർപോർട്ടിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എയർപോർട്ടിൽ വളരെ കുറഞ്ഞ നിരക്കിലാണ് നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലോക്കൽ കറൻസി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം എയർപോർട്ടിൽ നിന്ന് ഒരു $100 അതിന് കുറവോ എക്സ്ചേഞ്ച് ചെയ്യുക. എന്നിട്ട് എയർപോർട്ടിന് പുറത്ത് വന്ന ശേഷം ഏതെങ്കിലും മാളിൽ പോയി എക്സ്ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ അങ്ങനെ സിറ്റിയുടെ സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതാ പെട്രോണാസ് ട്വിൻ ടവറിന്റെ തൊട്ട് താഴെ ഓൾമോസ്റ്റ് ബുർജ് ഖലീഫയുടെ ഒരു സ്ട്രക്ചറായിട്ട് തന്നെയാണ് തോന്നണത്. പക്ഷെ ഒരിക്കലും ബുർജ് ഖലീഫ ആയിട്ടോ അല്ലെങ്കിൽ ദുബായ് ഡൗൺ ടൗൺ ആയിട്ടോ നമുക്ക് ഈ ഒരു ഏരിയനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത്. ഇതാണ് KLCC മോൾ അഥവാ ക്വാലാലംപൂർ സിറ്റി സെന്റർ മോൾ. KLCC മോൾ പെട്രോണാസ് ട്വിൻ ടവറിനോട് കൂടി ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മോളിൽ എൻട്രി ചെയ്ത ശേഷം അവിടെ നിന്നാണ് പെട്രോണാസ് ടവറിലേക്കുള്ള എൻട്രി. അതായത് ബുർജ് ഖലീഫിലേക്ക് കയറാൻ ആദ്യം നമ്മൾ ദുബായ് മോളിൽ എൻട്രി ചെയ്യില്ലേ, അതുപോലെ തന്നെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടൊരു പേരായിരുന്നു പെട്രോണാസ് ട്വിൻ ടവർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെയാണ് കണക്കാക്കുന്നത്. ടവറിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് നേരിട്ടോ എടുക്കാവുന്നതാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം മുന്നേ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞങ്ങൾ ഇവിടെ വന്ന ശേഷം നേരിട്ട് ടിക്കറ്റ് എടുക്കുമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് ആളുടെ ചില ടൈം പാസുകൾ. ടവറിൽ കയറുന്നതിന് മുന്നായി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കർ തരും. അത് ഒട്ടിച്ചു വേണം അകത്ത് കയറാൻ. 88 നിലകളുള്ള ടവറിന്റെ 41ാമത്തെ നിലയിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. 41ഉം 42ഉം നിലകളിൽ നിന്നാണ് ഈ 2 ടവറിനെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് ഉള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡബിൾ ഡെക്കർ സ്കൈ ബ്രിഡ്ജ്, അതായത് 2 നിലകളിലായിട്ടുള്ള സ്കൈ ബ്രിഡ്ജ്. ഇതിന്റെ ദൂരം 190 അടിയാണ്, അതായത് 58 മീറ്റർ. ഹോട്ടല് അത് ഗ്രാൻഡ് ഹയാത്ത് ഉണ്ട് അപ്പുറത്ത്. നമ്മുടെ ഹോട്ടൽ പ്രോപ്പർട്ടി എവിടെ? പ്രോപ്പർട്ടി തന്നെയോ ഇവിടെ? എന്റെ പ്രോജക്റ്റ് ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ശരിയാ, ബുർജ് ഖലീഫ അത്ര ഫൗണ്ടൈൻ കണ്ട് നമുക്ക് അവിടെ ബുർജ് ഖലീഫ കണ്ടിട്ട് ഇത് അത്ര ഒരു ഇതില്ല. ഇത് മൊത്തം ഫൗണ്ടൈൻ. അപ്പൊ രാത്രിയൊക്കെ ഉണ്ടാവും. ഇതും ഫൗണ്ടൈൻ അല്ലേ ആണെന്നാ തോന്നണേ. അത് സോളാറ്, ഇത് ഫൗണ്ടൈൻ, അത് ഫൗണ്ടൈൻ, പക്ഷെ അതൊന്നും അറിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് 86ാമത്തെ നിലയിലായിരുന്നു. ഇവിടുന്ന് കുറച്ചും കൂടെ ബെറ്റർ വ്യൂ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒന്നിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ 15 ദിവസം മുന്നേ തന്നെ എടുക്കണം. പല തിരക്കിലും പെട്ട് 15 ദിവസം മുന്നേ ഞങ്ങൾക്ക് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവിടെ വന്ന് എൻട്രി ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. ഇവിടെ കുറെ ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടും ബ്ലാക്കിൽ ടിക്കറ്റ് വിറ്റ് പോകുന്നത് കൊണ്ടും ഗവൺമെന്റ് 15 ദിവസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കാണാം. അങ്ങനെ ഏട്ടൻ തന്ന ടാസ്ക് ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇന്നലെ പോയ ഇൻഫിനിറ്റി പൂൾ. ഇൻഫിനിറ്റി പൂൾ എന്താണെന്ന് അറിയാത്തവർക്കായി, ഒരു ബിൽഡിങ്ങിന്റെ എഡ്ജ് വരെയുള്ള സ്വിമ്മിംഗ് പൂളിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയാ. ഞങ്ങളുടെ ഹോട്ടലിലുള്ള സ്വിമ്മിംഗ് പൂൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ ഈ ഡിസ്പ്ലേ സ്ക്രീനിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പ്ലീസ് സ്റ്റാൻഡ് ഹിയർ എന്നൊക്കെ. അപ്പം ഞങ്ങൾ കുറേ നേരമായി അതിൻ്റെ മുന്നിൽ കിടന്ന അഭ്യാസം ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി.
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോൾ പെട്രോനാസിൻ്റെ പിക്ചർ അവിടെ വന്നു. പക്ഷെ എന്താ കാര്യം എന്ന് ഞങ്ങൾക്ക് അവസാനം വരെയും മനസ്സിലായില്ല. ശരിക്ക് ബുർജ് ഖലീഫയുടെ ഒരു ഫീലാണ്. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അവിടെ എങ്ങനെയാണോ അത് തന്നെയാണ്, ടിറ്റോ തന്നെയാണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അവിടെ നിന്ന് ഇവിടെ വന്ന് കാണിച്ചു തരുന്നു. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്നു. ഇവിടെ ഈ ഒരു ഫ്ലോറിൽ ഫുൾ കഫേ ആണ്. കഫേ സ്നാക്സും അങ്ങനത്തെ ഒക്കെ എല്ലാം കിട്ടും. ഇവിടെ ഫുൾ സ്നാക്സ്, ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. പിന്നെ സൊവനീഴ്സ് വാങ്ങാം. സോ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കണ്ട് 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 നമുക്ക് ഇതൊരു വലിയൊരു സംഭവമായിട്ട് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. ഇതാണ് ഇവിടുത്തെ ലിഫ്റ്റ്. കണ്ടോ എത്ര ബട്ടണാ. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരു മഹാസംഭവമാണ്. അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങൾ മോളിലേക്കായിരുന്നു ലഞ്ച് കഴിക്കാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. വെജും നോൺ വെജും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവർ 3 പേരും ശരവണ ഭവൻ എന്നുള്ള ഭക്ഷണമായിരുന്നു. അമ്മയും ഏട്ടനും സ്പെഷ്യൽ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഞാനൊരു ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മോളിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ് വന്നു. ഇവിടെ പാർക്കാണ്, KLCC പാർക്ക്. ഇപ്പം എൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ പെട്രോനാസ് ടവർ. അപ്പോൾ ഇതാ ഫുള്ള് ഇതൊരു ഫൗണ്ടെയിൻ ആണ്. ഓക്കെ, നല്ല മഴക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ നന്നായിട്ട് പെയ്യും. ഇപ്പോൾ ചാറുന്നുണ്ട്. ഇപ്പോൾ പെട്രോനാസ് ട്വിൻ ടവേഴ്സിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കണേ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം കറങ്ങി ഞങ്ങളിപ്പോൾ വീണ്ടും മോളിന് ഉള്ളിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും മോളിന് പുറത്തേക്ക് പോവുകയാണ്. അവിടെയാണ് ടാക്സി പിക്കപ്പ് പോയിന്റ്. ഞങ്ങളിപ്പോൾ പെട്രോനാസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോവുകയാണ്. ഇപ്പം മെർഡക്ക സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് ടാക്സിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി ഇപ്പം മെർഡക്ക സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ഒരു പാർക്കാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് മെർഡക്ക സ്ക്വയർ. ഇതാണ് മെർഡക്ക സ്ക്വയർ. ഈ കാണുന്ന നീല ബിൽഡിംഗ് ആണ് മോട്ടറോള കമ്പനിയുടേത്. ഇന്നലെ ഞങ്ങൾ ടാക്സിയിൽ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു തന്നതാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വ്യൂ ആണ് ഇവിടെ. നല്ല കാറ്റുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട്. കുറച്ച് മുന്നേ മഴയും ചാറി. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. മെർഡക്ക സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ മാർക്കറ്റിലോട്ടാണ്. ഇവിടെ നിന്ന് വളരെ അടുത്താണ്, നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ. ഞങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയതാണ് ഈ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഐറ്റിനറി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിലാണ് ഞങ്ങൾ ഓരോ സ്ഥലവും പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും റഷ് ചെയ്യാതെ ഓരോ സ്ഥലവും നമ്മുടെ ഇഷ്ടത്തിനായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. Now we are at the central market. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ എത്തിപ്പെട്ടത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലാണ്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ കാശ്മീരി മുളകാണ്. അതുപോലെയാണ്, സാധാരണ മുളകല്ല. എനിക്ക് കണ്ടിട്ട് കാശ്മീരി മുളക് പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ മലേഷ്യയിലാണ് മാനുഫാക്ചറിങ്. വീട്ടുകാർ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ്. എനിക്കൊരു ക്രോക്സ് വാങ്ങാനുള്ള പദ്ധതിയിലാണ് അമ്മയും മോനും. പക്ഷേ എനിക്ക് ക്രോക്സ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി. ഇനി നമ്മൾ ചൈനീസ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. മലേഷ്യയിൽ ഒരുപാട് ചൈനക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഐറ്റംസും ഇവിടെ ഓരോ സ്ഥലത്തും ഒരുപാടുണ്ട്. നമ്മൾ ഈ ചൈനീസ് വീഡിയോസിലൊക്കെ കാണാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ കാണുന്ന സാധനങ്ങളും. എന്തൊരു ക്യൂട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചൈനീസ് ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ പോകുന്നതിനേക്കാളും സെൻട്രൽ മോളിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് 7-Eleven സൂപ്പർ മാർക്കറ്റ് കണ്ടത്. 7-Eleven തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ 24 hours പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. പച്ചക്കിളിക്ക് പച്ച ഐസ്ക്രീം. പുറത്ത് നല്ല മഴ. അപ്പം ഐസ്ക്രീം കഴിച്ചാലോ എന്നൊരാഗ്രഹം തോന്നി. ഇതൊക്കെ എൻ്റെ ഓരോ ബ്രാൻഡാണ്. ആ ബ്രാൻഡിന് കൂട്ടുവെക്കാൻ 3 പേരും ഉണ്ട്. സാധാരണ എല്ലാവരും പറയാറ് കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം ഒക്കെ പോകുന്ന, പക്ഷെ എനിക്ക് ഫുൾ ഫ്രീഡം കിട്ടിയത് കല്യാണത്തിന് ശേഷമാണ്. അവിടുന്ന് നേരെ ഞങ്ങളിതാ ചൈനീസ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ ചൈനീസ് മാർക്കറ്റ് വലിയൊരു ഏരിയ ആണ്. വലുതെന്ന് പറഞ്ഞാലും പോരാ, അത്രയ്ക്ക് വലിയൊരു മാർക്കറ്റാണ്. ഡ്രസ്സും വാലറ്റും ഷൂസും ഒക്കെ ആയിട്ട് ഒരുപാട് തരത്തിലുള്ള കടകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് സൊവനീർ വാങ്ങിച്ചത്. ഇവിടെ കുറച്ചും കൂടെ ഒരു ബെറ്റർ റേറ്റ് ആണെന്ന് തോന്നി. പിന്നെ ഞങ്ങൾക്ക് വേണ്ട സൈസും ഇവിടെ തന്നെ കിട്ടിയിരുന്നു. അപ്പോഴാണ് ഏട്ടൻ്റെ കണ്ണിൽ ഉണക്കിയ മാങ്ങ കണ്ടത്.
കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇതേ സാധനം വാങ്ങിച്ച് ഞാൻ എയർപോർട്ടിൽ വെച്ച് എടുക്കാൻ മറന്നുപോയി. അത് ഏട്ടൻ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ. പിന്നെ കുറേ നേരം ഞങ്ങളിവിടെ മാർക്കറ്റിൽ കറങ്ങി പലതരം ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ കണ്ടു. ചിലതൊക്കെ വാങ്ങിച്ചു. ഇവിടെ മലേഷ്യയിൽ ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലൻ അലോൺ ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. ആൾക്കാർ അധികമൊന്നുമില്ല, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ തായ് സ്ട്രീറ്റ് ഫുഡ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. മാങ്ങ, ചക്ക തുടങ്ങി, മാംഗോ സ്റ്റിക്കി റൈസ്, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണല്ലോ. അപ്പോൾ മാമ്പഴത്തിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചു. കുറേ അലഞ്ഞു തിരിഞ്ഞ് വന്നതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാംഗോ ജ്യൂസാണ് പറഞ്ഞത്. വെള്ളമാണെങ്കിൽ കൊടകൊടാന്ന് ഒഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ജ്യൂസിൻ്റെ അവസ്ഥ എന്താവും അറിയില്ല. മധുരമില്ല. ഞങ്ങൾ ഐസ് ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവൾ കുറേ വെള്ളം കോരി ഒഴിച്ചു. ഇവിടെ മഴയാണ്, അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് ഞങ്ങൾ ഐസ് വേണ്ടാന്ന് പറഞ്ഞത്. ഇവിടുത്തെ വൈബ് ഒന്നൊന്നര വൈബാണ്. നല്ല തിരക്കുണ്ട്. പക്ഷേ അങ്ങനെ തിരക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ തിരക്കി നടക്കാൻ പറ്റാത്ത രീതിയിലൊന്നുമില്ല. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നടക്കാൻ പറ്റാത്ത, അതായത് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്ക് കണ്ടിരുന്നു. ഇവിടെ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കുണ്ടായില്ല. സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല, ഇവിടെ ധാരാളം ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. പൈനാപ്പിൾ കട്ട് ചെയ്ത് ഒരു ഡിസൈനിൽ വെച്ചിരിക്കണം. പിന്നെ അതാ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഡൂറിയ. ഇതിൻ്റെ ടേസ്റ്റ് മധുരമുള്ളതാണെങ്കിലും ഇതിനൊരു വൃത്തികെട്ട മണമാണ്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഇത് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റില്ല. ഇത് ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസ് ഇവിടെ നന്നായിട്ട് തവ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡ് സ്ട്രീറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ചിക്കൻ, മട്ടൻ, ബീഫ്, ഫിഷ്, പ്രോൺസ്, പിന്നെ ഒക്ടോപ്പസ്, സോസേജ്, പോർക്ക് മാത്രം കണ്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഉപ്പും മിളകിലും ഇട്ട് വെച്ച ഫ്രൂട്ട്സ് അടക്കം ഇവിടെ ഉണ്ട്. എന്ത് സ്പീഡിലാണ് ചെയ്യണേ നോക്കിയല്ലേ. റൗണ്ടാക്കിയിട്ട് അതമ്മ മൈദയുടെ ഒരു തരം മാവ. ഇവർക്ക് ഇത്രയും സ്പീഡ് എങ്ങനെയാണ് അതിന് കിട്ടുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. നമ്മളൊക്കെ എത്ര ദിവസം അടുക്കളയിൽ ഒരേ പരിപാടി ചെയ്താലും ഇത്ര സ്പീഡ് വരില്ല. അത്യാവശ്യം ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ വേറൊരു സെക്ഷനിലായിട്ട് പഫ്സും പേസ്ട്രീസും ടാർട്ട്സും ഒക്കെ ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടും ഇതിൻ്റെ മണമൊക്കെ കാരണം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്നായിരുന്നു. ഇത് ക്രാബാണോ? അല്ലല്ലോ, ഇതാണോ? ഇവിടെ എത്തിയപ്പോൾ വിവിധ തരം കറികളാണ്. മീൻകറിയും ചിക്കൻ കറിയും മുട്ടക്കറിയും അങ്ങനെ കുറേ സാധനങ്ങൾ. മീൻകറി, ഇതും മീൻകറി. ഇതൊക്കെ ചിക്കനാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കൊഞ്ചുകറി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ ഇതാ ഒരു മലേഷ്യൻ സുന്ദരീനെ ഹിന്ദി പറഞ്ഞ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ലേഡിക്കാണെങ്കിൽ ആകെ അറിയാവുന്ന ഭാഷ മലയാളമാണ്. അമ്മയ്ക്കാണെങ്കിൽ തൊട്ട് അറിയൂല. എന്നാലും എങ്ങനെയൊക്കെയോ രണ്ടുപേരും ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അമ്മ പറഞ്ഞത് അവൾക്കും മനസ്സിലായിട്ടില്ല, അവൾ പറഞ്ഞത് അമ്മയ്ക്കും മനസ്സിലായിട്ടില്ല. ഒരു ലൈറ്റിനൊരു മങ്ങലുണ്ടോ? ആണല്ലേ. അന്നൊന്നും ഫുഡ് വാങ്ങിച്ചെന്നില്ല. എനിക്കൊന്നും വാങ്ങിച്ചെന്നില്ല. അമ്മയ്ക്ക് ഇവിടുത്തെ സ്മെല്ല് അധികം പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ട്രാഫിക്, അതുകൊണ്ട് എപ്പോഴാണ് വണ്ടി എത്താമെന്നറിയില്ല.
അമ്മേ നമ്മുടെ രണ്ടാമത്തെ ദിവസം വൈൻഡ് ചെയ്യാണ്. അപ്പൊ അമ്മയ്ക്ക് ഇന്ന് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കൊക്കെയാണ്. ഇതൊന്നും ഞാൻ പറയിക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത്. പറഞ്ഞോളൂ. പിന്നെ സ്ട്രീറ്റ് എന്താ പറയാ, ഫുഡ് സ്ട്രീറ്റിൽ നിറച്ച് നമുക്കൊന്നും കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ല. എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ വെജിറ്റേറിയൻ ആണ്. നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്ക് വളരെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വല്ല സാമ്പാറോ അവിയലോ കൂട്ടുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചേനെ. അതും അല്ലെങ്കിൽ ഒരു ഗോബി മഞ്ചൂരിയനോ അല്ലെങ്കിൽ ഒരു ഗോബി 65 ആണെങ്കിൽ കഴിച്ചേനെ. കാറ് വന്നു. ഫൈനലി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കാറ് ബുക്ക് ചെയ്ത് ഓൾറെഡി ഇപ്പോൾ വന്നു. അപ്പം ഞങ്ങൾ കയറി. അമ്മ പറയൂ, അമ്മയുടെ എക്സ്പീരിയൻസ് പറയും. ഓ എൻ്റെ പൊന്നു ദൈവമേ, എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കാണേണ്ടതാണ് എല്ലാവരും വന്ന്. എന്ത് ഫുഡ് സ്ട്രീറ്റോ? ഫുഡ് സ്ട്രീറ്റ് ആയാലും മലേഷ്യയിൽ വരാൻ പറ്റുമെങ്കിൽ വരുന്നത് വളരെ നന്നായിരിക്കും. കാണാൻ നല്ല രസമുണ്ട്, ആസ്വദിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, ഫുഡ് കഴിക്കാവുന്നവർക്ക് എല്ലാം ഉണ്ട്. ചുരുക്കി പറഞ്ഞ തവളയുടെ കാല് വരെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇല്ല. ഇവിടെ അവിയലും കൂട്ടുകറിയും ഒന്നും കിട്ടാത്തതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ? വിഷമുണ്ട്. ഇന്ന് ഏത് റെസ്റ്റോറൻറ്റിൽ പോയി? നമ്മൾ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇന്നലത്തേലും ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഇത്തിരി മോശം ഫുഡായിരുന്നു, എങ്കിലും ഇന്ന് വളരെ നല്ല ഫുഡ് കിട്ടി. ഓക്കെ. അവിടുന്ന് നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള ലുലു മോളിലേക്കാണ്. ലോകത്തിലെ ഏത് ലുലുവിൽ പോയാലും നാട്ടിൽ പോയൊരു ഫീലാണ് കിട്ടുക. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തിൽ പോയപ്പോൾ അവിടെ റോഡിൽ കൂടെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ലുലു കണ്ടു. ഓ, അപ്പം ഉണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ പോയൊരു ഫീലാണ് ദൂരത്തു നിന്ന് തന്നെ ലുലു വേറൊരു രാജ്യത്ത് വെച്ച് കാണുമ്പോൾ ഉണ്ടാവുന്നത്. ഞങ്ങൾ മാങ്ങ വാങ്ങാൻ വന്നതാണ്. നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ. സോ 9 ദിർഹംസും റിങ്കിറ്റും സെയിം ഇതാണ്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. പലതരത്തിലുള്ള മാങ്ങകൾ എങ്ങനെയുണ്ട്? കൊള്ളില്ല, സ്മെല്ലില്ല. ഇവിടെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഡിന്നർ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. കാരണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ ഇന്ത്യൻ ഫുഡ് ഐറ്റംസും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ മലേഷ്യൻ വിശേഷങ്ങൾ. അടുത്തുള്ള വീഡിയോസൊക്കെ ഞാൻ ഉടനടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.